morning students, welcome to my video lecture on network theory. ഇന്ന് നമ്മൾ ഡിഫറെൻറ്റ് തിയറംസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ മൊഡ്യൂളിലെ. ഇന്ന് നമുക്ക് അടുത്തൊരു തിയറം നോക്കാം, റെസിപ്രോസിറ്റി തിയറം. ഓക്കെ, റെസിപ്രോസിറ്റി തിയറം ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് പറയാം എന്താണെന്ന്. സപ്പോസ് എനിക്ക് ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടെന്നിരിക്കട്ടെ. ഇവിടെ ഒരു നെറ്റ്വർക്കിനെ ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണ്. ഓക്കെ, അതിൽ ഈ ഒരു ബ്രാഞ്ച് എ ഡാഷ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഞ്ചിൽ ഒരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിരിക്കുകയാണ്, വി എന്ന് പറഞ്ഞിട്ട്. സപ്പോസ് എൻ്റെ അതർ ബ്രാഞ്ച് ബി ഡാഷ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആണെന്നിരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ നെറ്റ്വർക്കിൽ തന്നെ ബി ഡാഷ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിലേക്ക് നേരത്തെ ഞാൻ അപ്ലൈ ചെയ്ത സെയിം വോൾട്ടേജ് സോഴ്സ് ബി ഡാഷ് എന്ന് പറഞ്ഞ ബി ഡാഷ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സെയിം റെസ്പോൺസ് ആയിരിക്കും എ ഡാഷ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ ഉണ്ടാവുക. ഇതിനാണ് റെസിപ്രോസിറ്റി തിയറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. എൻ്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്കിനകത്ത് എ ഡാഷ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ വി എന്ന് പറഞ്ഞ വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ ബി ഡാഷ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ ഐ എന്ന് പറഞ്ഞ കറണ്ട് ഫ്ലോ ചെയ്തു. ഇനി ഇതേ നെറ്റ്വർക്കിൽ ഞാൻ ഈ വോൾട്ടേജ് സോഴ്സ് റീപ്ലേസ് ചെയ്യുകയാണ്. എവിടെ നിന്ന്? എ ഡാഷ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ നിന്നും ബി ഡാഷ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിലേക്ക് വോൾട്ടേജ് സോഴ്സ് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ബി ഡാഷിൽ എന്ത് കറണ്ട് ഫ്ലോ ചെയ്തോ അതേ കറണ്ട് തന്നെ ആയിരിക്കും എ ഡാഷിൽ ഫ്ലോ ചെയ്യുക. ഇതിന് നമ്മൾ റെസിപ്രോസിറ്റി തിയറം എന്ന് പറയും. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം, എഴുതിക്കോളൂ. ഇൻ എനി ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക് ഇഫ് എ സിംഗിൾ വോൾട്ടേജ് സോഴ്സ് VA in branch A, VA in branch A produces a current IB in branch B, then if the voltage source VA is removed and inserted in branch B, will produce a current IB in branch A. അതായത് നേരത്തെ ഉണ്ടായ അതേ കറണ്ട് തന്നെ IB എന്ന് പറയുന്ന കറണ്ട് തന്നെ ബ്രാഞ്ച് എയിൽ ഉണ്ടാവും. That is, the ratio of response to excitation is same for the two conditions mentioned above. Ratio of response to excitation. In this case, ratio of response to excitation means here response is I and excitation is V. I by V is same in both the cases. ഇതിനാണ് നമ്മൾ റെസിപ്രോസിറ്റി തിയറം എന്ന് പറയുന്നത്. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതിക്കോളൂ. വെരിഫൈ റെസിപ്രോസിറ്റി തിയറം ഫോർ ദി നെറ്റ്വർക്ക് ഷോൺ ഇൻ ദ ഫിഗർ. Verify reciprocity theorem for the network shown in the figure. എന്നിട്ട് ഈ ഫിഗർ വരച്ചെടുത്തോളൂ. 20 വോൾട്ടേജ് സോഴ്സ് വിത്ത് സീരീസ് റെസിസ്റ്റർ 2 ohm, 3 ohm, 2 ohm, 2 ohm, 2 ohm. ഓക്കെ, ഈ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് ആണ് ഐ എന്നിരിക്കട്ടെ. വെരിഫൈ റെസിപ്രോസിറ്റി തിയറം ഫോർ ദിസ് സർക്യൂട്ട്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, ഇതിനകത്ത് റെസിപ്രോസിറ്റി തിയറം വെരിഫൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ 20 വോൾട്ട് സോഴ്സ് ഈ ഒരു ബ്രാഞ്ചിലാണുള്ളത്. 20 വോൾട്ടേജ് സോഴ്സ് ഉള്ളത്. അതിനെ എടുത്ത് റീപ്ലേസ് ചെയ്ത് ഇവിടെ വെച്ചാൽ
ഇതുവഴി എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നു കണ്ടുപിടിക്കണം. അതായത് ആദ്യത്തെ കേസിൽ 20 വോൾട്ടേജ് സോഴ്സ് ഇവിടെ വയ്ക്കുന്നു, പ്ലസ് മൈനസ് ഇവിടെ വയ്ക്കുന്നു. ഈ ഐ എന്ന് പറയുന്ന കറണ്ട് എത്ര വരുമെന്ന് കണ്ടുപിടിക്കണം. അത് നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കും. അതിനുശേഷം ഈ 20 വോൾട്ടേജ് സോഴ്സിനെ ഇവിടെ റീപ്ലേസ് ചെയ്യും. ഈ ബ്രാഞ്ചിൽ 20 വോൾട്ടേജ് സോഴ്സിനെ വരയ്ക്കും. എന്നിട്ട് അപ്പോൾ ഈ ബ്രാഞ്ചിൽ എത്ര കറണ്ട് വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുക. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇതിനാണ് റെസിപ്രോസിറ്റി തിയറം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഈ ബ്രാഞ്ചിൽ എത്ര കറണ്ട് വരുന്നു എന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അറിയാവുന്ന കുറച്ച് തിയറംസ് ഒക്കെ യൂസ് ചെയ്യും. ഈ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ടാണ് ഐ എത്രയെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഐ എത്രയെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ഇവിടെ നിന്ന് സ്പ്ലിറ്റായി വരുന്നത് വീണ്ടും ഇവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. കറണ്ട് ഡിവിഷൻ റൂൾ വെച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഓംസ് ലോ യൂസ് ചെയ്യാം. ഐ ഈസ് ഈക്വൽ ടു V/R. വേറെ ആർ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടെർമിനലിന് അക്രോസ് എത്ര റെസിസ്റ്റൻസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നുള്ളത്. എ എന്നും ബി എന്നും ഞാൻ മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ടെർമിനൽ ഇങ്ങോട്ട് ഞാൻ വരയ്ക്കുവാണ്. എ ബി ഇവിടുന്ന് 2 ഓം, ഇവിടെ 3 ഉണ്ട്, ഇത് എത്ര ഉണ്ട്, ഇത് 2 ആണ്, ഇത് 2 ആണ്, ഇത് 2 ആണ്. അപ്പോൾ ഈ എക്ക് ബിക്ക് അക്രോസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ എത്ര റെസിസ്റ്റൻസ് കിട്ടണം എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇക്വലന്റ് റെസിസ്റ്റൻസ് കണക്കാക്കാം. ഇവിടെ 2ഉം പാരലാണ്. 2 × 2 പാരലായി കഴിഞ്ഞാൽ എന്താണ് എഫക്റ്റീവ്? 2 × 2/2 + 2 ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ 2 × 2/2 + 2 എന്ന് പറഞ്ഞാൽ 1 എന്ന് വരും. സിംപ്ലി 2ഉം 2ഉം ഈക്വൽ ആയതുകൊണ്ട് അതിന് പകുതി വരും. അപ്പോൾ നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്ത് ഇവിടെ ഒരു ഒറ്റ റെസിസ്റ്റർ ആക്കി വരയ്ക്കാം. അതിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? 1 ഓം ആയിരിക്കും. 2 × 2/2 + 2 ദാറ്റ് ഈസ് 1. അപ്പോൾ നമുക്ക് ഈ 2നെയും റീപ്ലേസ് ചെയ്ത് അവിടെ ഞാൻ 1 വരച്ചു. 1 ഓം. ഈ 1 ഓമും ഈ 2 ഓമും കൂടെ എന്താണ്? സീരീസ്. അപ്പം 2 + 1 3. അപ്പോൾ ഇതിനെ റീപ്ലേസ് ചെയ്ത് എന്താക്കാം? സീരീസ് ആയിട്ട് 2 + 1 എന്നാക്കി. 2 + 1 is 3. ഓക്കെ, ഇനി ഈ 3 ഓമും ഈ 3 ഓമും എന്താണ്? പാരലൽ. 3 ഓമും പാരലലാണ്. അപ്പം 3 × 3/3 + 3 അതാണ് എഫക്റ്റീവ്. 3 × 3/3 + 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 9/3 + 3 is 6. ദാറ്റ് മീൻസ് 9/6 is equal to 1.5 എന്ന് വരും. അതായത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ 3/2 എന്ന് വരും, അതായത് 1.5. അപ്പോൾ ഒറ്റ റെസിസ്റ്ററാക്കി റീപ്ലേസ് ചെയ്യാം. 1.5 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് എത്ര വരും? 2ഉം 1.5ഉം സീരീസ്. അപ്പോൾ 2 + 1.5 is equal to 3.5. അപ്പോൾ എക്കും ബിക്കും അക്രോസ് ആയിട്ട് വരുന്ന റെസിസ്റ്റർ 3.5 എന്ന് വരും. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കറണ്ട് നമുക്ക് എങ്ങനെയാണ് വിളിക്കുക? I is equal to V/this resistance 3.5. V എത്ര? 20/3.5 ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട്. 20/3.5. ഓക്കെ, അത് നമുക്ക് 5.71 ആംപിയർ എന്ന് കിട്ടും. 5.71 ആംപിയർ. ക്ലിയർ? അപ്പം ഈ ഫ്ലോ ചെയ്ത് ഇങ്ങോട്ട് വരുന്ന കറണ്ടാണ് നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത്. അത് എത്ര കിട്ടി? ഇവിടെ നിന്ന് ഇപ്പം ഇങ്ങോട്ട് വരുന്ന കറണ്ട് നമുക്ക് കിട്ടിയത് 5.71 ആംപിയർ എന്ന് കിട്ടി. ക്ലിയർ ആണേ? ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയോ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ബ്രാഞ്ചിക്കുള്ള കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്ന 5.71 ആംപിയർ ഇവിടെ ഈ ഒരു പോയിന്റ് എത്തി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ഇങ്ങോട്ട് പോകുന്ന കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ വന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അപ്പം ഇവിടെ ഇപ്പം ഞാൻ ഇപ്പം മാർക്ക് ചെയ്ത പോയിന്റിൽ വരുന്ന കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5.71 ആണ്. അത് ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു പോർഷൻ ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കുവാണ്. ഈ ഒരു പോർഷൻ ഇങ്ങോട്ട് താഴോട്ട് വരയ്ക്കാം. ആ ഒരു പോയിന്റ് നോക്കുക. ഈ ഒരു പോയിന്റിൽ ഇതെത്ര? 2, ഇതെത്ര? 3. പിന്നെ ഈ 2 കഴിഞ്ഞിട്ട് പിന്നെ എന്ത് വരുന്നുണ്ട്? ഇവിടെ ഒരു 2, ഇവിടെ വീണ്ടും ഒരു 2. ഇങ്ങനെയാണ് സർക്യൂട്ട്. അപ്പം ഇവിടെ ഇങ്ങോട്ട് എത്ര വരുന്നുണ്ട്? 5.7 ആണ്. അതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചാണ്.
അപ്പോൾ ഈ 5.71 വന്നിട്ട് ഇങ്ങോട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്, ഇങ്ങോട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ് അല്ലേ, ഇങ്ങോട്ട് എത്ര കയറി പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാം. നമുക്കറിയാം കറണ്ട് ഡിവിഷൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നു. 2 റെസിസ്റ്റർ ഉണ്ടെങ്കിലേ നമുക്ക് കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവിടെ വരുന്ന കറണ്ട് I ആണ്, ഇത് R1 ആണ്, ഇത് R2 ആണെങ്കിൽ ഇതുവഴിയുള്ള കറണ്ട് കണ്ടുപിടിക്കാം. ഞാൻ ആരോ മാർക്ക് ഇട്ടേക്കുന്നത് വരുന്ന കറണ്ട് ഇൻറ്റു അതർ റെസിസ്റ്റർ ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R1 + R2. ഇങ്ങനെയാണ് ഈ കറണ്ട്. ഇത് I1 എന്ന് ഞാൻ നോട്ടേറ്റ് ചെയ്ത I1 കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതേ കണക്ക് നോക്കുവാണെങ്കിൽ എനിക്ക് ഈ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇതിനെ മൊത്തത്തിൽ എഫക്റ്റീവ് 2 റെസിസ്റ്റൻസ് ഇതേ കണക്കാക്കണം അല്ലേ. അപ്പോൾ അതേ കണക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുവാണ് ഇതിനെ. ഇവിടെ നിന്ന് 5.71 വരുന്നുണ്ട്, ഇവിടെ 3 ohm ഉണ്ട്, ഇവിടെ നോക്കിയാൽ 2 ohm ഉണ്ട്. ഈ 2 ohm 2 ohm കൂടെ പാരലൽ അല്ലേ. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് 1 ohm എന്നാക്കാം. അതായത് 2 × 2 / 2 + 2 2 ഈക്വൽ ആയതുകൊണ്ട് പകുതി എടുത്താൽ മതി. ഓക്കെ, അപ്പം ഇവിടെ ഈ 2 ohm ഉണ്ട്, മറ്റേ രണ്ടും കൂടെ റീപ്ലേസ് ചെയ്ത് നമ്മൾ എത്ര എന്നാക്കി, 1 ohm എന്നാക്കി. ഇങ്ങനെ ആവും. ഇനി ഈ രണ്ടും കൂടെ എന്താണ്, അത് രണ്ടും കൂടെ സീരീസ് ആണ്. അപ്പോൾ 2 + 1 എന്ന് എടുക്കുക. 2 + 1 3. അപ്പോൾ അതിനെ രണ്ടിനെയും ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് 3 ohm കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. 3 ohm. ഇപ്പം നമുക്ക് ഇങ്ങോട്ടുള്ള കറണ്ട് കണ്ടുപിടിക്കാം. ഇവിടെ വരുന്ന കറണ്ട് ഇൻറ്റു അതർ റെസിസ്റ്റൻസ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അതായത് 5.71 × 3 ബൈ ടോട്ടൽ 6. 3 + 3 ആണ് 6 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇതിപ്പോൾ രണ്ടും 3 ആയതുകൊണ്ട് 5.71ൻ്റെ പകുതി 5.71/2 ആയിരിക്കും ഇങ്ങോട്ട് കയറി പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറി പോകുന്ന അതാണ് ഈ കിട്ടിയത്. ഇത് 5.71/2 എന്ന് വരും. ഓക്കെ, എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതുവഴിയുള്ള കറണ്ട് അല്ലേ, ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ 5.71/2 ഇവിടെ വരെ എത്തി, അത് പിന്നെയും 2 ആയിട്ട് സ്പ്ലിറ്റ് ആവും. അപ്പോൾ അതിൽ ഇങ്ങോട്ട് പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ വീണ്ടും ഇതിൻ്റെ പകുതി, അതായത് 5.71/2/2. അപ്പോൾ നമുക്ക് 5.71/4 എന്ന് വരും. അതാണ് ഈ ഒരു 2 ohm കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ 5.71/4 1.43 ആംപിയർ എന്ന് വരും. അപ്പം നമ്മൾ ഇതിങ്ങനെ എടുത്തു, നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടി 1.43 ആംപിയർ. ഓക്കെ, അപ്പം വോൾട്ടേജ് സോഴ്സ് ഇവിടെ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പം നമുക്ക് കിട്ടിയ കറണ്ട്, ഇവിടെ കിട്ടിയ കറണ്ട് 1.43 ആംപിയർ. ഇനി റെസിപ്രോസിറ്റി തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, റെസിപ്രോസിറ്റി തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി സെയിം സർക്യൂട്ടിൽ വോൾട്ടേജ് സോഴ്സ് റീപ്ലേസ് ചെയ്യണം. വോൾട്ടേജ് സോഴ്സ് എവിടെ റീപ്ലേസ് ചെയ്യണം, നേരത്തെ ഈ ബ്രാഞ്ചിലായിരുന്നു, അവിടെ ഇപ്പം ഞാൻ ഷോർട്ട് സർക്യൂട്ട് വരച്ചു. ബാക്കി കമ്പോണൻസ് എല്ലാം അതേ കണക്ക് വരയ്ക്കുന്നു. 2 ohm 3 ohm, ഇത് വീണ്ടും 2 ohm, ഇത് വീണ്ടും 2 ohm, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു 2 ohm ഉണ്ട്. എന്നിട്ട് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന വോൾട്ടേജ് സോഴ്സ് ഞാൻ ഈ ബ്രാഞ്ചിൽ വരച്ചു, ±20 വോൾട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. ഇതുവഴിയുള്ള കറണ്ട് ഇനി കണ്ടുപിടിക്കുക, കണ്ടുപിടിക്കുക. ഓക്കെ, അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഈ സെയിം 1.43 വന്നു കഴിഞ്ഞാൽ റെസിപ്രോസിറ്റി തിയറം പ്രൂവ് ആയി. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അത് ഇവിടെ ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കറണ്ട് കണ്ടുപിടിക്കണം. നേരത്തെ തുടങ്ങി തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കുക. അത് ഇവിടെ നിന്ന് 2 ആയിട്ട് സ്പ്ലിറ്റ് ആവും. അപ്പോൾ ഇത് കണ്ടുപിടിക്കുക. ഇത് ഇവിടെ വന്നിട്ട് പിന്നെ ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആവും. ഇത് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കറണ്ട് I ആയി കഴിഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 2 പോയിന്റ് എടുക്കുക, A B. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ എത്ര റെസിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കുക. അപ്പം ഈ 2 പോയിന്റ് വെച്ചാൽ ഈ A എന്ന് വെച്ചാൽ ഇവിടെ വരയ്ക്കുക A. ഓക്കെ, അപ്പം ഞാൻ അവിടെ നിന്ന് Aയ്ക്കും Bക്കും ക്രോസ് ആയിട്ടൊന്ന് വരയ്ക്കുവാണ്. Aയിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു 2 ohm 2, അതിവിടെ വന്നിട്ട് ഇവിടെ 2 അല്ലേ, ഈ 2 ആയി. ഇനി ഇവിടെ വരുമ്പം വീണ്ടും 2, ഇവിടെ വരുമ്പം 3, ഇവിടെ വരുമ്പം
ഇപ്പോൾ മൊത്തമായി. അപ്പോൾ എക്കും ബിക്കും അക്രോസ് എത്ര റെസിസ്റ്റൻസ് നോക്കുക, 2ഉം 3ഉം കൂടെ പാരലൽ. അപ്പം 2 × 3/2 + 3 ആണ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ 2 × 6/5 എന്ന് വരും. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് ഇതിനെ പാരലലിനെ റീപ്ലേസ് ചെയ്ത് ഒറ്റ റെസിസ്റ്റൻസ് ആക്കുക. അതിൻ്റെ വാല്യൂ 6/5, ഇതിൻ്റെ വാല്യൂ 6/5. ഈ 6/5ഉം 2ഉം കൂടെ സീരീസ്. അപ്പം 6/5 + 2 എത്ര വരും? 6 + 10 16/5 എന്ന് വരും. അപ്പോൾ അതിനെ രണ്ടും കൂടെ സീരീസ് ആയതുകൊണ്ട് ഇതിനെ മാറ്റി എത്രയാക്കി വരയ്ക്കുക അതിനെ? 16/5. ഈ 16/5ഉം 2ഉം കൂടെ പാരലൽ. അപ്പം നമുക്ക് എത്ര കിട്ടും? 16/5 × 2/16/5 + 2. ഓക്കെ, അതിൻ്റെ എഫക്റ്റീവ് കണ്ടുപിടിക്കുക. അതിൻ്റെ എഫക്റ്റീവ് എത്ര വരും? 16 × 10 160/5 divided by അങ്ങനല്ല, 16 × 2 32 32/5 divided by 16 + 10 160/5. That means 32/5 × 5/160. അപ്പം 32/160 എന്ന് വരും ഇതിൻ്റെ കോമ്പിനേഷൻ, 32/160. അപ്പോൾ ഇവിടെ ഞാൻ ഇതിനെ റീപ്ലേസ് ചെയ്ത് 32/160 എന്ന് പറയുന്നു. 32/160 ഇത് രണ്ടും കൂടെ സീരീസ് അല്ലേ? അപ്പം 32/160 + 2 എന്ന് വരും. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര കിട്ടും? 3.23 ഓം എന്ന് കിട്ടും. 3.23 ഓം എന്ന് കിട്ടും എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പം ഇവിടെ ഇങ്ങോട്ടുള്ള കറണ്ട്, ഈ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ തന്നെ ഓംസ് ലോ 6 അറിയാം. അപ്പം I = ആ വരുന്ന കറണ്ട് I = V20. ഇവിടുത്തെ ഈ 20 വോൾട്ടാണ് V / 6 ഇപ്പം കിട്ടിയത്. ഇപ്പം എത്രയാണ് നമുക്ക് 6 കിട്ടിയിരുന്നത്? 3.23 ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പം = 6.19 ആംപിയർ എന്ന് കിട്ടും ഈ വരുന്ന കറണ്ടിൻ്റെ വാല്യൂ. അതായത് ഈ ഞാനിപ്പം മാർക്ക് ചെയ്യുന്ന പോയിന്റിലുള്ള കറണ്ട് 6.19 ആംപിയർ ആണ്. അത് ഇവിടെ വന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. അപ്പോൾ അത് നേരത്തെ കണക്ക് ഇവിടെ ഡിവിഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ബ്രാഞ്ചിലോട്ടുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എഫക്റ്റീവ് എടുക്കുക. 2 × 3/2 + 3. അപ്പോൾ എത്ര വരും? ഇത് രണ്ടും കൂടെ ഇവിടെ ഇത് രണ്ടും കൂടെ പാരലൽ അല്ലേ? 2 × 3/2 + 3. ഓക്കെ, അപ്പോൾ എത്ര വരും? 6/5 എന്ന് വരും. അപ്പോൾ ഞാൻ അതിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് ഇതിനെ ഇവിടെ 6/5 എന്ന് കാണിക്കുക. ഇവിടെ 6/5. 6/5ഉം 2ഉം കൂടെ സീരീസ്. ഓക്കെ, അപ്പോൾ എത്ര വരും? 6/5 + 2. അപ്പം 16/5 എന്ന് വരും. അപ്പോൾ ഇവിടെ 16/5 വന്നു. ഇങ്ങനെയുള്ള ബ്രാഞ്ച് 16/5. ഒരു റെസിസ്റ്റൻസ് 2 ഓം, അതർ റെസിസ്റ്റൻസ് 16/5 ഓം. നമുക്ക് ഈ ഇതുവഴിയുള്ള കറണ്ടല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പം വരുന്ന കറണ്ട് 6.19 × അതർ റെസിസ്റ്റൻസ് 2 / ടോട്ടൽ 16/5 + 2 ചെയ്യുക. അപ്പം നമുക്ക് ഒരു വാല്യൂ കിട്ടും കറണ്ടിന്. അത് എത്രയെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ആ കിട്ടുന്ന വാല്യൂ ഇവിടെ എഴുതുക. അത് പിന്നെയും ഒന്നും കൂടെ കറണ്ട് ഡിവിഷൻ അപ്ലൈ ചെയ്യുക. ഒരു പോർഷൻ ഇങ്ങോട്ടും ഒരു പോർഷൻ ഇങ്ങോട്ടും. അതിൽ ഇങ്ങോട്ടുള്ള പോർഷൻ കണ്ടുപിടിക്കാനായിട്ട് വീണ്ടും കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുക. അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ നേരത്തെ കണക്ക് I = 1.43 ആംപിയർ തന്നെ കിട്ടും. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ജസ്റ്റ് നേരത്തെ പറഞ്ഞ കറണ്ട് ഡിവിഷൻ റൂൾ തന്നെയാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം നേരത്തെ ഈ വോൾട്ടേജ് സോഴ്സ് ഇവിടെ ഇരുന്നപ്പോൾ ആ ബ്രാഞ്ചിൽ 1.43 കിട്ടി. ഇപ്പോൾ ഇവിടെ ഇരുന്ന വോൾട്ടേജ് സോഴ്സ് ഇപ്പുറത്തിട്ടപ്പം ഈ ബ്രാഞ്ചിൽ 1.43 കിട്ടി.
അപ്പം നമ്മൾ എന്താണ് റെസിപ്രോസിറ്റി തിയറം പ്രൂവ് ചെയ്തു. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ചെയ്ത് നോക്കിയിട്ട്. താങ്ക് യു.